നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തൂ. നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി. സൈക്കിൾ യാത്രികൻ റോഡ് മുറിച്ച് കടക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. കാൽനടയാത്രക്കാരൻ റോഡ് മുറിച്ചു കടക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. റോഡിൽ മൃഗങ്ങൾ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. കടത്ത് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. വീഴുന്ന പാറകൾ എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. റോഡിൽ താഴ്ച എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. റോഡിൽ ഹമ്പ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. മുന്നിൽ വഴി തടസ്സം എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. ഗ്യാപ്പ് ഓൺ മീഡിയൻ എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. റോഡിൽ തൊഴിലാളികളുണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. അത് നമ്മുടെ ചാനലിൻ്റെ ഐക്കണാണ് കാണുന്നത്. അതിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ, ഹോം, വീഡിയോസ്, ഷോർട്സ് എന്ന് കണ്ടില്ലേ. ജസ്റ്റ് പോസ്റ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒരുപാട് മെമ്പേഴ്സ് ഓൺലി ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. വെറും 119 രൂപയേ ഉള്ളൂ. എല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. 200 മീറ്റർ അകലെ കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ.
200 മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ബി. 50 to 100 മീറ്റർ അകലെ കാവൽക്കാരൻ ഉള്ള ലെവൽ ക്രോസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ എ. ടി ഇന്റർസെക്ഷൻ എന്നത് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ സി. 50 to 100 മീറ്റർ അകലെ കാവൽക്കാരൻ ഇല്ലാത്ത ലെവൽ ക്രോസ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ട്രാഫിക് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി. ഉത്തരം ഓപ്ഷൻ ഡി. അപകടകരമായ ഡ്രൈവിംഗ് താഴെ പറയുന്നവയിൽ ഏതാണ്? ചുവന്ന ട്രാഫിക് ലൈറ്റ് മറികടക്കുക, MV ആക്ട് 184 പ്രകാരം ശിക്ഷാർഹമായ കുറ്റം, സ്റ്റോപ്പ് ലൈൻ ലംഘിക്കുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. ഒരു കവലയിലോ ജംഗ്ഷന് മുമ്പോ ശേഷമോ ഡാഷ് മീറ്ററിനുള്ളിൽ വാഹനം പാർക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. 50 മീറ്റർ, 5 മീറ്റർ, 100 മീറ്റർ, 10 മീറ്റർ. ഉത്തരം ഓപ്ഷൻ എ, 50 മീറ്റർ. മൾട്ടി ടോൺ ഹോണുകളോ ഫ്ലാഷിംഗ് ലൈറ്റുകളോ ഉള്ള ഒരു എമർജൻസി വാഹനത്തിൽ നിന്ന് ഒരു ഡ്രൈവർ മിനിമം എത്ര ദൂരം പാലിക്കണം? 25 മീറ്റർ, 50 മീറ്റർ, 75 മീറ്റർ, 100 മീറ്റർ. ഉത്തരം ഓപ്ഷൻ ബി, 50 മീറ്റർ. 2017 മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻസിന്റെ ലംഘനത്തിന് പിഴ ചുമത്താൻ മോട്ടോർ വാഹന നിയമത്തിലെ ഏതു വകുപ്പാണ് ഉപയോഗിക്കുന്നത്? സെക്ഷൻ 177A, സെക്ഷൻ 177, സെക്ഷൻ 184, സെക്ഷൻ 185. ഉത്തരം ഓപ്ഷൻ എ, സെക്ഷൻ 177A. ഒരു ഹൈവേയിൽ തകരാറായ വാഹനത്തിനു പിന്നിൽ മുന്നറിയിപ്പ് ത്രികോണങ്ങൾ എത്ര അകലത്തിൽ പാലിക്കണം? 75 മീറ്റർ, 10 മീറ്റർ, 25 മീറ്റർ, 50 മീറ്റർ. ഉത്തരം ഓപ്ഷൻ ഡി, 50 മീറ്റർ. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.